സ്വാഗതം. KSRTC കണ്ണൂരിൻ്റെ വയനാട് എഡിഷൻ 3 എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയും പുസ്തകവും അവയെ നോക്കിക്കാണുന്ന കണ്ണുകൾക്കുള്ളവയാണ് എന്നത് വിശ്രുത കവി എമേഴ്സൻ്റെ വാക്കുകളാണ്. പ്രകൃതിയുടെ അനുപമ സൗന്ദര്യത്തെ അതിൻ്റെ എല്ലാ ഭാവങ്ങളോടെയും കണ്ടറിയാൻ സാധിക്കുക എന്നത് നിർവൃതി നൽകുന്ന ഒരു അനുഭവമാണല്ലോ. അത്തരമൊരു സഞ്ചാര അനുഭവത്തിന് വിനോദയാത്രക്ക് വേദിയൊരുക്കിയാണ് KSRTC കണ്ണൂർ വയനാട് ഡിപ്പോ ജീവനക്കാർ പ്രകൃതി പഠനത്തിനും ആസ്വാദനത്തിനും താൽപര്യരായ സഞ്ചാരപ്രിയരെ മാടി വിളിക്കുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം, 900 കണ്ടി എക്കോ പാർക്ക്, മുത്തങ്ങ ജംഗിൾ സവാരി എന്നീ നിർദ്ദേശിക്കപ്പെട്ട 3 ഇടങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് അനുഭവങ്ങൾ തേടിപ്പോകുന്നത്. അതെ, കുറച്ചധികം സാഹസിക അനുഭവങ്ങൾ നുകരാനുള്ള ആസ്വാദ്യവേളയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. KSRTC ട്രിപ്പ് അവരുടെ സ്വന്തമായി കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനം. അപ്പൊ മുരളിയേട്ടന്റെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ആള് പറഞ്ഞു, തൻസീർ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മഴയൊക്കെ ഉണ്ട്. എടുത്ത് 2 ടയറും കുടുങ്ങിപ്പോയി. അല്ല, കുടുങ്ങുന്നതിന്റെ അല്ല, അതിന് വന്ന് ഇതില് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞു. എന്നാലേ അത്
ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന പ്രതലത്തില് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക്. അത് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറിയാൽ ട്രാക്ഷൻ ഉണ്ടോ ചെയ്യുന്നില്ല. നമ്മൾ ഇറങ്ങണമെങ്കിലേ ഇവരോട് കാരണം അതെ എല്ലാം ഉണ്ട്. ബേദിക്കരിക്കുന്നത് ഗൂഗിളായിട്ട് കയറും. അത് ടയർ മാറ്റും. ചോപ്പാ ഇതല്ലേ വണ്ടി, അത് കണ്ട ഇത് വണ്ടി ഇതല്ലേ ഇതിന്റെ പഴയത്. കാറിന്റെ ഓട്ടോമോപ്പറേറ്റ് അനിയ അനിയ വൈകുന്നേരം 6 മണി വരെയാണ് എൻട്രി ഉള്ളത്. 200 രൂപ ഒരാൾക്ക്. ഇത് ഫസ്റ്റ് സാധനല്ലേ. അല്ല ഇത് ശരിക്കും നന്നാക്കുന്ന എത്ര ബുദ്ധിമുട്ടുന്നല്ലോ. തിരക്കിലാണോ? ഇനി റോഡാക്കല് തിരക്കിലാണോ ചോദിക്കാ. അത് ഒന്നാമത് എന്താന്ന് വെച്ചാല് നമ്മളെ ആൾക്കാർ തന്നെയാണ് പോകുന്നത് അല്ലേ. അതന്നെ ഇതിലങ്ങ് കേറാം. കേറാൻ പറ്റും. അവര് രക്ഷിച്ചോളൂ. അവിടെ അവരുണ്ടേ. ലെഫ്റ്റ് കാല് ഈ കുഞ്ഞി കല്ല് ചവിട്ടാം. ഷേർട്ടിന് കൊളാവോടോ. ലെഫ്റ്റ് കാല് മേഖലേക്ക് പിടിക്ക് വരുന്നു. ക്യാമറ പോയി. അതിനകത്താവും പേടിക്കണ്ട.
എന്തായാലും കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് നടപ്പിലും എടുപ്പിലും ഭാഷയിലും ഒക്കെ ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെ ഒക്കെ രക്തമരിഞ്ഞേർന്ന ആളുകളാണ് അല്ലെ ചേകവന്മാരുടെ നാട്ടിൽ നിന്ന്. അപ്പോ ആ നാട്ടിൽ നിന്ന് വന്നവര്, പിന്നെ കോഴിക്കോട് നിന്ന് വന്ന 2 പേര്, കൂടാതെ നമ്മുടെ പൊന്നാനിയിൽ നിന്ന് ഏറ്റവും ബാക്ക് സീറ്റ് നമ്മുടെ ബെഞ്ച് സീറ്റിലുള്ള ഒരു 6 പേര്. ഇവരൊക്കെയാണ് നമ്മുടെ യാത്രക്കാര്. സുൽത്താൻ ബത്തേരി BTCയുടെയും വയനാട് ജംഗിൾ സഫാരിയുടെയും 143ാമത്തെ ട്രിപ്പിലെ യാത്രക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. വളരെ സ്നേഹത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവുമായ ഈ വയനാടിന്റെ മണ്ണിൽ ഇന്നിന്റെ ഈ സായം സന്ധ്യയിൽ ജംഗിൾ സഫാരിയിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. വീര പഴശ്ശി തമ്പുരാന്റെ ടിപ്പുവിന്റെ പോരാട്ട വീരങ്ങളുടെ പ്രോജ്വല സ്മരണകൾ ചോര തുടിക്കുന്ന ഓർമ്മയായി നെഞ്ചിലും മനസ്സിലും സൂക്ഷിക്കുന്ന വയനാടിന്റെ മണ്ണ്. ഈ വയനാടിന്റെ മണ്ണ് എന്നും സഞ്ചാരികളുടെ പറുദീസയാണ്. ഈ സായം സന്ധ്യയിൽ ഈ ജംഗിൾ സഫാരിയിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും നിറഞ്ഞ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുവരെ രാത്രി 12:50 മൂന്നാറിൽ നിന്ന് വരുന്ന KSRTCയുടെ ഒരു ബാംഗ്ലൂർ ബസ്സിനും രാത്രി 1:30 ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന തിരുവനന്തപുരം കർണാടകയുടെ ഒരു വോൾവോ ബസ്സിന് മാത്രമാണ് യാത്രാ അനുമതിയുള്ളത്. തുടർന്ന് ആംബുലൻസ് അല്ലാത്ത ഒരു വാഹനത്തിനും ഇതുവഴി പ്രവേശനമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വാഹനത്തിൽ നമ്മളിപ്പോ മരുന്ന് വാങ്ങാൻ ഇവിടെ നിർത്തി ഈ ടൗണിൽ തിരിച്ചെത്തുകയും അവിടെ നിന്ന് വയനാട് ജില്ലയുടെ ഒരു ഗ്രാമീണ മേഖലയിലൂടെ നമ്മൾ സഞ്ചരിച്ച് വീണ്ടും സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ 15 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്ത് തിരിച്ച് ബത്തേരിയിൽ എത്തുമ്പോൾ ഏകദേശം 81 കിലോമീറ്റർ ഒരു 3-3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരത്തിൽ കൂടുതൽ സമയം യാത്ര ചെയ്യുന്ന ഒരു ജംഗിൾ സഫാരി പകരം വെക്കാൻ മറ്റൊന്നുണ്ടാവില്ല എന്ന് നിങ്ങളെ അറിയിക്കുക. കാണുന്നില്ലേ? ആരും സംശയിക്കേണ്ട, സ്ഥിരമായിട്ടൊക്കെ ഇവിടെ വരുന്ന ആന തന്നെയാണ്. അമ്പലമാണെങ്കിൽ പോലും കാട്ടാനയാണ്. മാങ്ങയാണ് പെറുക്കി തിന്നുന്നത്. നേരെ നോക്കി കാണാം, മാവ് മാങ്ങ പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നില്ലേ? ഒരു 9 മണിക്ക് ഇവിടെയാണ് ഈ റോഡ് അടയ്ക്കുക. ഇത് ശ്യാമരാജ് അപ്പുറത്ത് കർണാടകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ ഗുണ്ടൽപേട്ട വരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. കണ്ടോ, അടിപൊളിയല്ലേ? പരസഹായമില്ലാതെ പുറംചൊറിയുന്ന ഒരു കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിലെ ഒരു ഗ്രാമീണ മേഖലയാണിത്. ഈ പ്രദേശങ്ങളിലൊക്കെ രാത്രികാലങ്ങളിൽ കടുവയും ആനയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അതാ പന്നി പോകുന്നുണ്ട് മുന്നിൽ നോക്കിയാൽ. കാട്ടുപന്നിയാണത്. മാനാണോ കാട്ടുപന്നിയാണോ അറിയില്ല. മാനാണ് റോട്ടിൽ. ചക്ക തന്നെയാണ്. ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ചക്ക തിന്നാൻ ഇനി ആന വരും. പറമ്പുകളിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. നമുക്ക് വലിയ ആസ്വാദ്യം
എടുത്ത് ആ സൈഡിലേക്ക് നോക്കി തുടങ്ങി. ഇപ്പം അങ്ങോട്ട് മറികയറാം. ഫോട്ടോ ചിലപ്പോൾ അങ്ങോട്ട് വരികയും ചെയ്യും. സ്വഭാവം എന്താ പറയുന്നത്? ദേശം മുന്നോട്ട് കയറ്റിയിട്ടില്ല. കുഴപ്പമില്ല. എടുത്തോളൂ. നിർത്താൻ മൊത്തം അടിക്കാൻ പറ്റില്ല മക്കളാ. സന്ധ്യയ്ക്ക് ആരംഭിച്ച് കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ ഈ നീലാകാശത്തിന് കീഴെ ഈ രാത്രിയിൽ ജംഗിൾ സഫാരിയുടെ യാത്രയ്ക്ക് ഇവിടെ താൽക്കാലിക വിരാമം കുറിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ ഈ ജംഗിൾ സഫാരിയിൽ പ്രിയപ്പെട്ട കണ്ണൂരിലെ ഞങ്ങളുടെ സഹപ്രവർത്തകരോടും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കണ്ണൂരുകാർക്കും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും പൊന്നാനിയിൽ നിന്നും ഒക്കെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നിങ്ങളെവരെയും സുൽത്താൻ ബത്തേരി KSRTCയുടെയും വയനാട് BTCയുടെയും ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ വർഗീസ് സാറിന്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു ശുഭയാത്രയും ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുടുംബക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലണ്ടെന്ന്. കാരണം ഞങ്ങളുടെ വീടിനടുത്ത് കടുവ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ ഏതായാലും നമ്മൾ പരിചയപ്പെട്ടു, കണ്ടു, അറിഞ്ഞോ, കേട്ടോ ഞങ്ങൾ എന്നും ഓർമ്മിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ ഈ യാത്രയും ഞങ്ങളെയും കൂടെ ചേർത്ത് വെക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.